പരിശുദ്ധാത്മാവിനോട് പറഞ്ഞൊരു പദം, ഇതിനകത്തുനിന്ന് ചിലർ ഫലം കായ്ക്കും. ആമേൻ, ഹല്ലേലൂയ. ഫലമില്ലാതെ നിൽക്കുന്ന, ഫലം കായ്ക്കുവാൻ ആഗ്രഹമുണ്ടായിട്ടും ചില സമയങ്ങളിൽ അതിന് കഴിയാതെ നിൽക്കുന്ന ആരെയോ നോക്കി സ്വർഗത്തിലെ ദൈവം ഇന്ന് കൈമാറുന്ന ഒരു ദൈവശബ്ദമാണ്, നിങ്ങൾ ഫലം കായ്ക്കും. ആമേൻ, ഹല്ലേലൂയ. ഈ ദൂതിനെ, ഈ വേർഡിനെ നിങ്ങൾ വിട്ടുകളയരുത്. നിങ്ങൾ ഫലം കായ്ക്കും. ആമേൻ, ഹല്ലേലൂയ. ഉണങ്ങിയ അത്തിയെ നോക്കി യേശു കർത്താവ് ശപിച്ചു. അത് അത്തിഫലത്തിൻ്റെ അതിൻ്റെ അത് കായ് ഉണ്ടാകുന്ന സീസൺ അല്ലായിരുന്നു. എങ്കിലും ഹല്ലേലൂയ, ഏത് ടൈമിലും ഫലം കായ്ക്കണമെന്ന് യേശു കർത്താവ് ആഗ്രഹിച്ചു. ആമേൻ, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയാം, നിങ്ങളിലൂടെ ചില ഫലങ്ങൾ പുറത്തു വരുവാൻ കർത്താവ് ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. ദൈവമക്കളെ, നിങ്ങളിലൂടെ ചില ഫലങ്ങൾ, നിങ്ങളായിരിക്കുന്ന രാജ്യങ്ങളിൽ, നിങ്ങളെ ഓരോ സ്ഥലങ്ങളിൽ കർത്താവ് ആക്കി വെച്ചിരിക്കുന്നതിൻ്റെ പിന്നിൽ ദൈവത്തിന് ഓരോ വലിയ പദ്ധതികളും പ്ലാനുകളുമുണ്ട്. ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ പ്രാർത്ഥനാ മുറിക്കകത്ത് നിങ്ങൾ ദൈവത്തോട് ചോദിക്കേണ്ട, നിങ്ങൾ ദൈവത്തോട് സംസാരിക്കേണ്ട ഒരു കാര്യമാണ്, കർത്താവേ, ഇന്ന ഇടത്തെന്നെ കൊണ്ടുവന്നാക്കിയിരിക്കുന്നത്, അതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ പദ്ധതി എന്താണ്? ആമേൻ, ഹല്ലേലൂയ. ഒരുപക്ഷെ മാനുഷികമായി നോക്കുമ്പോൾ ഒരു പഠനത്തിനോ ഒരു വിദ്യാഭ്യാസത്തിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാധ്യതകൾക്കോ സാഹചര്യങ്ങൾക്കോ ആയിരിക്കാം നമ്മളെ ഒരിടത്തേക്ക് ആക്കിയത്. അത് മാനുഷികമാണ്. പക്ഷെ അതിനപ്പുറമായിട്ട് നിങ്ങളെ അവിടെ ആക്കുന്നതിൻ്റെ പിന്നിൽ ദൈവത്തിന് എന്തോ വലിയൊരു പദ്ധതിയുണ്ട്. എന്തോ പരിശുദ്ധാത്മാവിനോട് അങ്ങനെ തന്നെ പ്രവചിക്കാൻ പറഞ്ഞു. പ്രാരംഭത്തിൽ ചിലരെ ഇമ്മീഡിയറ്റ്ലായിട്ട് ചില ഇടത്തേക്ക് പെട്ടെന്ന് പറിച്ചു നട്ടത്, ആമേൻ, പെട്ടെന്നാക്കിയതിൻ്റെ പിന്നിൽ ദൈവത്തിന് എന്തോ വലിയൊരു പദ്ധതി ഉണ്ടെന്ന്, ദൈവത്തിന് എന്തോ വലിയൊരു പ്ലാൻ ഉണ്ട്. ഹല്ലേലൂയ. അവിടെ ചില ഫലങ്ങൾ നിങ്ങൾ പുറപ്പെടുവിക്കുവാൻ, അവിടെ ചില ഫലങ്ങൾ നിങ്ങൾ പുറപ്പെടുവിക്കുവാൻ ഈ ദിവസങ്ങളിൽ ദൈവം നിങ്ങളെ പറ്റി ആഗ്രഹിക്കുന്നു എന്നൊരു പരിശുദ്ധ ആത്മാവ് ഈ രാത്രി നിങ്ങളോട് സംസാരിക്കുകയാണ്. എത്ര പേര് ആ ദൂതിനെ അങ്ങനെ തന്നെ അങ്ങ് സ്വീകരിക്കുന്നു എന്ന് എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. ഇന്ന് അതിനുവേണ്ടി ചിലരെ കർത്താവ് വേർതിരിച്ചെടുക്കും. ചില ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ, എന്തോ പരിശുദ്ധാത്മാ പദത്തിൽ തന്നെ നിൽക്കുകയാ. ചില ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ, നിന്നിലുള്ള ഫലത്തെ, നാളുകൾക്ക് മുന്നമേ നിന്റെ മേൽ വീണ വാഗ്ദത്തത്തെ ഫലം കായ്ക്കുവാൻ കഴിയാതെ എവിടെയോ നിന്നെ ഒതുക്കിക്കൊണ്ട് വെച്ചിരിക്കുന്നതിനെ ഇന്ന് രാത്രി അതിനകത്തു നിന്ന് നീ പുറത്തു വരുന്ന, നിന്നെ പറ്റി ഭയങ്കര പദ്ധതികൾ, ചിലരെ പറ്റിയുള്ള ദൈവിക പദ്ധതികൾ ഈ ദിവസങ്ങളിൽ ഒന്നുകൂടെ കർത്താവ് പുറത്തെടുക്കുന്നല്ലോ, പുറത്തെടുക്കുന്നത് പോലെ നമ്മളെ ഓരോരുത്തരെ പറ്റി ദൈവത്തിൻ്റെ പദ്ധതികൾ അതാത് ടൈമുകളിൽ കർത്താവ് പുറത്തെടുക്കും. വേഗത്തിൽ ഇന്ന് തന്ന കുറിവാക്യം വായിച്ച് നമ്മൾ ഒരുമിച്ച് അല്പ മിനിറ്റുകൾ ദൈവശബ്ദത്തിന് മുന്നിലേക്ക് ഇരിക്കുകയാണ്. യെശയ്യാവിൻ്റെ പുസ്തകം, യെശയ്യാ പ്രവചനം 11-ാം അധ്യായം, അതിൻ്റെ 1-2 വേദഭാഗം ആരെങ്കിലും വായിച്ചാട്ടെ. യെശയ്യാ പ്രവചനം 11-ാം അധ്യായം, അതിൻ്റെ 1-2 വേദഭാഗം ആരെങ്കിലും ഒന്ന് വേഗത്തിൽ വായിച്ചാട്ടെ. ആമേൻ, 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 ഹല്ലേലൂയ. വായിച്ച കുറിവാക്യം ഇങ്ങനെ പറഞ്ഞു. യെശയ്യാ പ്രവചനം 11-ാം അധ്യായം, അതിൻ്റെ 1-2 വേദഭാഗമാണ് നമ്മളിവിടെ വായിച്ചത്. പലതവണയായി പല പ്രാവശ്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഒരുപക്ഷെ ഈ വചനം ശ്രവിച്ചവരും വായിച്ചവരുമൊക്കെയാണ്. എന്നാൽ ഇന്ന് രാത്രി ഇതിനകത്തുകൂടെ കർത്താവിന് നിങ്ങളോട് സംസാരിക്കുവാനുണ്ട്. പ്രാർത്ഥനയോടെ തികഞ്ഞ ദൈവാശ്രയത്തോടെ നമ്മൾക്ക് ഒരുമിച്ചായിരിക്കാം. വായിച്ച കുറിവാക്യം ഇങ്ങനെ പറഞ്ഞു. എന്നാൽ യിശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടി പുറപ്പെടും. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യിശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടി
പൊട്ടിപ്പുറപ്പെടും. അടുത്തത്, അവന്റെ വേരുകളിൽ നിന്ന് ഒരു കൊമ്പ് ഫലം കായ്ക്കും. ആമേൻ, ഹല്ലേലൂയ. അടുത്ത അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമുയർത്തി കർത്താവിനൊന്ന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശായുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടി പുറപ്പെടും. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ആത്മാവിൽ, പ്രവചനാത്മാവിൽ കൈമാറുകയാണ്. നിങ്ങളെ ഓരോരുത്തരെയും നോക്കി ഹല്ലേലൂയ ഈ വചനം ഹല്ലേലൂയ നിങ്ങളോട് സംസാരിക്കുന്നു. ഈശായി എന്നുള്ള പേരൊന്ന് മാറ്റിയിട്ടോടെ പറഞ്ഞു നോക്കിക്കേ. നമ്മുടെ ഓരോരുത്തരുടെയും പേര് ചേർത്തിട്ട്, അല്ല നിന്റെ കുടുംബത്തിന്റെ പേര് ചേർത്തിട്ട്, നിന്റെ തലമുറയുടെ പേര് ചേർത്തിട്ട് ഹല്ലേലൂയ അങ്ങനെയൊന്ന് പറയാൻ പറ്റുമോ? ഈശായുടെ കുറ്റിയിൽ നിന്ന് ഹല്ലേലൂയ നിന്റെ തലമുറയുടെ പേരവിടെ ചേർത്തിട്ടെന്ന് പറഞ്ഞേ. ഇന്ന 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 എൻ്റെ കുഞ്ഞിന്റെ, അല്ലെ എൻ്റെ കുടുംബത്തിന്റെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടി പുറപ്പെടുമെന്ന്. ഹല്ലേലൂയ. മുള പൊട്ടി പുറപ്പെടത്തില്ല, നീ ഫലം കാണത്തില്ല, നിന്റെ തലമുറ നന്മ അനുഭവിക്കത്തില്ല, നിന്റെ തലമുറ എങ്ങും എത്തത്തില്ലെന്ന് പറയുന്ന ഹല്ലേലൂയ നിന്നെ നോക്കി സ്വർഗത്തിലെ ദൈവം ഇന്ന് കൈമാറുകയാണ്. ഇല്ല, അവന്റെ കൂടാരത്തിനകത്തു നിന്ന് ഒരു മുള പൊട്ടി പുറപ്പെടൂ. അവന്റെ തലമുറക്കകത്തു നിന്ന് ഒരു മുള പൊട്ടി ഈശായുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടി പുറപ്പെടും. അവന്റെ വേരുകളിൽ നിന്ന് ഒരു കൊമ്പ് ഫലം കായ്ക്കും. ആമേൻ, ഹല്ലേലൂയ. നോക്കിക്കേ, ഒരു പ്രയോജനവും ഇല്ലാതെ ഹല്ലേലൂയ ഒരു ഹല്ലേലൂയ ഫലം പുറപ്പെടുവിക്കാൻ ഒരു പ്രയോജനവും ഇല്ലാതെ നോക്കിയിരിക്കുക. ആരെയോ നോക്കി സ്വർഗത്തിലെ ദൈവം കൈമാറുകയാ. ഹല്ലേലൂയ. അവന്റെ കൊമ്പുകളിൽ നിന്ന് ഫലം കായ്ക്കുമെന്ന്. ഈശായുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടി പുറപ്പെടും. ഈശായി ആരാ? ദാവീദിന്റെ അപ്പൻ. ഹല്ലേലൂയ. അതിനോട് ചേർന്ന് വായിക്കേണ്ട ഒരു കുറിവാക്യം, ഒരു വാക്യം കൊണ്ട് നമുക്ക് വേഗത്തിൽ വായിക്കാം. 1 ശമൂവേൽ 16-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ശമൂവേൽ പ്രവാചകൻ എഴുതിയ 1-ാം പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വേദഭാഗം. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്കിക്കേ, പ്രവചനത്തിൻ്റെ നിവർത്തീകരണം നോക്കിക്കേ. ഹല്ലേലൂയ. നിന്നെപ്പറ്റി ദൈവം ഒരു കാര്യം പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, നിന്നെപ്പറ്റി ദൈവം ഒരു കാര്യം ഡിസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, നിന്റെ തലമുറയെപ്പറ്റി ദൈവം ഒരു കാര്യം ഡിസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, റൈറ്റ് ടൈം ആകുമ്പോൾ അതിനുവേണ്ടി ഒരുവനെ അയച്ച്, റൈറ്റ് ടൈം ആകുമ്പോൾ അതിനുവേണ്ടി നിന്റെ കൂടാരത്തിനകത്ത് ഒരുവനെ അയച്ച് ഹല്ലേലൂയ നിന്നെ ആ വാഗ്ദത്തത്തിനകത്തേക്ക് ഹല്ലേലൂയ പുറപ്പെടുവിക്കുന്ന, അല്ലെ വാഗ്ദത്തത്തിനകത്തേക്ക് നിന്നെ വലിച്ചു കൊണ്ടുവരുന്ന ഒരു ദൈവ സാന്നിധ്യം വെളിപ്പെടുമെന്ന് ഞാൻ പറഞ്ഞാൽ അത് ആഗ്രഹിക്കുന്ന ദൈവജന ഇന്ന് രാത്രി എന്നോട് ചേർന്ന് പറഞ്ഞാട്ടെ. ഈശായുടെ കൊമ്പിൽ നിന്ന് ഒരു മുള പൊട്ടി പുറപ്പെടൂ, ഒരു മുള പൊട്ടി പുറപ്പെടൂ, ഒരു മുള പൊട്ടി. എന്തിനാന്നറിയാമോ? സാധ്യത ഇല്ലാത്തടത്തോ, സാഹചര്യം ഇല്ലാത്തടത്തോ അവിടെ നിന്ന് ഒരു കൊമ്പിൽ നിന്ന് ഒരു മുള പൊട്ടി പുറപ്പെട്ടത്. ചിലതിനെ തള്ളിക്കളഞ്ഞിട്ട് അടുത്ത രാജകസേരക്കകത്തേക്ക്, അടുത്ത രാജകസേരക്കകത്തേക്ക് നിന്റെ തലമുറയെ കയറ്റി ഇരുത്തുവാൻ. എന്റെ മുന്നിരിക്കുന്ന മാതാക്കളെ നോക്കി ഞാൻ ആത്മാവിൽ, പ്രവചനാത്മാവിൽ കൈമാറുകയാ. നിന്റെ തലമുറ വാഗ്ദത്തത്തിന്റെ കസേരക്കകത്തേക്ക്, നിന്റെ തലമുറ ദൈവിക വാഗ്ദത്തത്തിനകത്ത് കയറി ഇരിക്കുന്ന ഒരു ടൈമായി ഇതെന്ന് ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കുന്നവർ സ്വീകരിച്ചോ. ഈ ആണ്ട് പൂർത്തിയാകുന്നതിന് മുന്നേ നീ കേട്ട ചില വാഗ്ദത്തങ്ങൾ നിന്റെ തലമുറയുമായി ബന്ധപ്പെട്ട് ദൈവ രാജ്യത്തിനു വേണ്ടി നിൽക്കുമെന്ന് പറഞ്ഞ ചില തലമുറകൾ ആ നിയോഗത്തിൽ
ദൈവത്തിനകത്തേക്ക് കയറുന്ന സീസൺ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരെല്ലാം തള്ളിക്കളഞ്ഞാലോ, ആരെല്ലാം നിന്നെ മാറ്റി നിർത്തിയാലോ, ഹല്ലേലൂയ, അപ്പനും അമ്മയും നിന്നെ തള്ളിക്കളഞ്ഞാലോ, വചനം എഴുതി വെച്ചിരിക്കുന്നു, ഈശായുടെ കുറ്റിയിൽ നിന്ന്, ഈശായുടെ കുറ്റിയിൽ നിന്ന് ഒരു മൂള പൊട്ടി പുറപ്പെടും, ഒരു മൂള പൊട്ടി പുറപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 7 പുത്രന്മാരെ ഈശായി വിളിച്ചു വരുത്തിയിട്ട് ഹല്ലേലൂയ ശമൂവേലിന്റെ മുന്നിൽ നിരത്തി നിർത്തി. ഹല്ലേലൂയ, നിരത്തി നിർത്തി. നിങ്ങൾക്ക് വചനം ആ ഭാഗം നന്നായി അറിയാവുന്നത് കൊണ്ട് ഞാൻ എടുത്തു വായിപ്പിക്കാത്തത്. നിരത്തി നിർത്തിയിട്ട് അവരുടെ മേൽ ആരുടെ മേലും വീഴാത്തൊരഭിഷേകം, അവരുടെ ആരുടെ തല കണ്ടിട്ട് ആ കൊമ്പ് ചലിച്ചില്ലെന്ന്, ആ കൊമ്പ് ചലിച്ചില്ല, അതിനനക്കം വന്നില്ല. ആ അഭിഷേകം വീഴേണ്ട തല ഇവിടെ വരാതെ അഭിഷേകം ഒഴിക്കേണ്ട തല. ഓ ഹല്ലേലൂയ. എഴുതി വെച്ചിരിക്കുന്നത് ഈ 7 പേരുടെ കാര്യമല്ല. പ്രവചന ശബ്ദം എഴുതി വെച്ചിരിക്കുന്നത് ഈ 7 പേരുടെ കാര്യമല്ല. ഈശായുടെ കുറ്റിയിൽ നിന്ന് ഒരു മൂള പുറപ്പെട്ടു വരും. ഹല്ലേലൂയ. ഈശാ എല്ലാ മക്കളെയും നിരത്തി നിർത്തിയിരിക്കുകയാണ്, സകലരെയും നിരത്തി നിർത്തി. ഉടനെ പറയണേ, യഹോവ ഇവരെ തെരഞ്ഞെടുത്തിട്ടില്ലെന്ന്. ഓ ഹല്ലേലൂയ. ശമൂവേൽ ഈശോയോട് പറയുക, യഹോവ ഇവരെ തെരഞ്ഞെടുത്തിട്ടില്ല. ഹല്ലേലൂയ. യഹോവ തെരഞ്ഞെടുത്തിരിക്കുന്നത് എവിടെന്നാന്നറിയാമോ? കാട്ടിൽ കിടക്കുന്നതിനെ. ഹല്ലേലൂയ. വലിയ സാമർഥ്യമൊന്നും ഇല്ലാത്തതിനെ, വലിയ ബലമൊന്നും ഇല്ലാത്തതിനെ, വലിയ കഴിവൊന്നും ഇല്ലാത്തതിനെ. ഹല്ലേലൂയ. ഇന്ന് ഞാൻ പറയട്ടെ, നിന്റെ ദേശത്ത് നിന്റെ പേരിലുള്ള അതിനെ മാറ്റിയിട്ട് ഹല്ലേലൂയ നിന്നെ കാട്ടിലും ഹല്ലേലൂയ ആരോഗ്യമുള്ള, സൗന്ദര്യമുള്ള, ഒരുപക്ഷെ പ്രാപ്തിയുള്ള സകലരെയും മാറ്റിയിട്ട് അവർക്കാർക്കും വീഴാത്തൊരഭിഷേകം നിന്റെ മേൽ വീണിട്ടുണ്ടെങ്കിൽ അതിന്റെ മേൽ ദൈവത്തിനൊരു വലിയ പദ്ധതി ഉണ്ടെന്ന്. വെറുതെ അങ്ങ് ഒഴുക്കിയല്ലായിരുന്നു. ഹല്ലേലൂയ. അവന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ആവസിക്കുന്നെന്ന്. അഭിഷേകം വീണവന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ആവസിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേൽ ഹല്ലേലൂയ വസിക്കുന്നെന്ന്. എന്ന് വെച്ചാൽ നിന്റെ മേൽ അഭിഷേകത്തിന്റെ തൈലം വീണ് കഴിഞ്ഞാൽ പിന്നെ നിന്റെ അകത്ത് വ്യാപരിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവാ. ആമേൻ, ഹല്ലേലൂയ. പിന്നെ നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവാ. അടുത്തത്, ദൈവത്തിൻ്റെ ആത്മാവ് വസിച്ചാൽ ഹല്ലേലൂയ നിങ്ങൾ ഫലം കായ്ക്കും. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവ് വസിച്ചാൽ നിങ്ങൾ ഫലം കായ്ക്കും. പിടികിട്ടിയവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാ. അടുത്തത് ദൈവത്തിൻ്റെ ആത്മാവ് വസിച്ച ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവാത്. ഹല്ലേലൂയ. ലോകത്തിൻ്റെ ജ്ഞാനത്തെക്കാട്ടിൽ അപ്പുറമായി ഹല്ലേലൂയ ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന ഒരു തലമുറ എവിടെയെങ്കിലും ചെന്ന് പോയാൽ, ഏതെങ്കിലും ഒരു രാജ്യത്ത് പോയാൽ, ഏതെങ്കിലും ഒരു ഇടത്ത് പോയാൽ, ഏതെങ്കിലും ഒരു കോളേജിൽ പോയാൽ, ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്താൽ, ഞാൻ പറയാം, അവിടെയുള്ള സകലർക്കും ഇല്ലാത്ത ഒരു ജ്ഞാനത്തിന്റെ ആത്മാവ്, അവിടെയുള്ള ആർക്കും ഇല്ലാത്ത ഒരു പരിജ്ഞാനത്തിന്റെ ആത്മാവ് നിന്റെ തലമുറയുടെ മേൽ. ഇന്ന് രാത്രി പ്രാർത്ഥിച്ചോ, എന്റെ തലമുറയുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ആവസിക്കണമെന്ന്. ഹല്ലേലൂയ. നിന്റെ തലമുറയ്ക്ക് വലിയ വലിയ പദവി വേണമെന്നല്ല പ്രാർത്ഥിക്കേണ്ടത്. വേണം, കർത്താവ് അതൊക്കെ കൊടുക്കും. അതിലുപരിയായി പ്രാർത്ഥിക്കുക, ദൈവത്തിന്റെ ആത്മാവ് എന്റെയും എന്റെ കുടുംബത്തിന്റെയും എന്റെ തലമുറയുടെ മേൽ ആവസിക്കണമെന്ന്. ഹല്ലേലൂയ.
ദൈവമക്കളെ, എൻ്റെ മുന്നിരിക്കുന്ന മാതാവേ, പിതാവേ, സഹോദരങ്ങളെ, നിങ്ങളുടെ കണ്ണെത്താത്ത ദൂരത്ത്, കയ്യെത്താത്ത ദൂരത്ത്, നിനക്ക് ചെന്ന് പറ്റാത്ത ഏരിയകളിൽ നിന്റെ തലമുറകൾ കടന്നു പോകുമ്പോ നീ പ്രാർത്ഥിക്കേണ്ടത്, ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേൽ വസിക്കണം, ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേൽ വസിക്കണം. ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേൽ വസിച്ചാൽ ഹല്ലേലൂയ, ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ഹല്ലേലൂയ പരിജ്ഞാനത്തിന്റെയും ഹല്ലേലൂയ ആലോചനയുടെയും, ദൈവാത്മാവ് വസിക്കുന്ന തലമുറയുടെ ആലോചനകൾ ദൈവ ഇഷ്ടത്തിനനുസരിച്ചായിരിക്കും. മറുത്തൊന്ന് ആലോചിക്കത്തില്ല, മറുത്തൊന്ന് ചിന്തിക്കത്തില്ല. ഹല്ലേലൂയ. പലപ്പോഴും പ്രതികൂലങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധി വരുമ്പോൾ, ഒരു കയറിലോ ഒരു ഒരു ആത്മഹത്യയ്ക്കോ ഇന്നത്തെ തലമുറകൾ കടന്നു പോകുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? പലരുടെയും ജീവിതത്തിനകത്ത് ദൈവാത്മാവ് വസിക്കുന്നില്ല, ദൈവാത്മാവിന് വസിക്കുവാൻ കഴിയുന്നില്ല. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, ഒത്തിരിയൊന്നും നേടിയില്ലെങ്കിലും, ഒരുപാടൊന്നും ആയില്ലെങ്കിലും മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കണം, ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ തലമുറയുടെ മേലുണ്ടാകണമെന്ന്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവ് ദാവീദിൻ്റെ മേൽ വന്നപ്പോൾ, ദൈവത്തിൻ്റെ ആത്മാവ് ദാവീദിൻ്റെ മേൽ വന്നപ്പോൾ, ഓ റബലബ ശംദലമൻ ഹദരഗടഗസിയ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ അസാധാരണമായ ദൈവ സാന്നിധ്യം ചില തലമുറകളുടെ മേൽ ഞാൻ ആത്മാവിൽ കാണുകയാ. ചില തലമുറയുടെ മേൽ പരിജ്ഞാനത്തിൻ്റെ, ഓ ഭയങ്കര ഹല്ലേലൂയ വിവേകത്തിന്റെ അസാധാരണമായ ഒരു അഭിഷേകം ചലിക്കുന്നു. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ജോബിനച്ചാൻ അങ്ങനെ സ്വീകരിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. തലമുറയുടെ മേൽ ഒരു പരിജ്ഞാനത്തിന്റെ, ഹല്ലേലൂയ, ഒരു വിവേകത്തിന്റെ. എന്തുകൊണ്ടാണെന്നറിയാമോ? ഹല്ലേലൂയ. ദൈവാത്മാവില്ലാതെ വരുമ്പോൾ പൈശാചിക ചിന്തകൾ ഉള്ളിൽ കയറാൻ തുടങ്ങും. ഹല്ലേലൂയ. പൈശാചിക ചിന്തകൾക്കനുസരിച്ച് മൂവ് ചെയ്യാൻ തുടങ്ങും. പാപത്തിനകത്തേക്ക് ഇവരുടെ കാലുകൾ നീങ്ങാൻ തുടങ്ങും. പക്ഷെ ആത്മാവകത്ത് വസിക്കുന്നവർ, ഹല്ലേലൂയ, ആത്മാവകത്ത് വസിക്കുന്നവർ പൊത്തീഫറിന്റെ വീടിനകത്ത് ചെന്നാലോ, സാഹചര്യം എന്തായാലോ പാപത്തിനകത്ത് പിടിപെടാതെ, ഹല്ലേലൂയ, അതിനെ വലിച്ചു വീറിക്കളഞ്ഞിട്ട് പുറത്തു വരുത്തുന്ന ഒരു അഭിഷേകം. ഓ റബലബ ശംദരമന വൈഡമനക ശാലപ്രഭര. എന്റെ ഭാഷയിൽ പറഞ്ഞ ദൈവാത്മാവുള്ള തലമുറ ഏതെങ്കിലും സാഹചര്യത്തിനകത്ത് കൊണ്ട് പിശാചിട്ട് കളഞ്ഞാലും, ഹല്ലേലൂയ, ഞാൻ പറഞ്ഞ തട്ടിക്കളഞ്ഞിട്ട് അവൻ പുറത്തു വരൂ, തട്ടിക്കളഞ്ഞിട്ട് അവൻ പുറത്തു വരൂ. പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ, നിന്റെ തലമുറയുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കണമെന്ന്. എന്റെ മുന്നിലിരിക്കുന്ന മാതാവേ, ഹല്ലേലൂയ, ഒത്തിരി ആത്മാർത്ഥതയോടെ, ഒത്തിരി പ്രാർത്ഥനയോടെ ഇന്ന് ദൂത് ഞാൻ നിന്നോട് കൈമാറുകയാ. ഏത് രാജ്യത്തിന്റെ അറ്റത്ത് നിന്റെ തലമുറയായാലും ഇന്ന് രാത്രി പ്രാർത്ഥിക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ, യഹോവയുടെ ആത്മാവ് ആവസിക്കാൻ പ്രാർത്ഥിക്ക, യഹോവയുടെ ആത്മാവ് ആവസിക്കാൻ പ്രാർത്ഥിക്ക. ഇന്ന് പലപ്പോഴും പ്രാർത്ഥനാ മുറിയിലെ പ്രാർത്ഥനാ വാചകങ്ങൾ എന്താണെന്ന് അറിയാമോ? കർത്താവേ, രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കണമേ, എൻ്റെ കുഞ്ഞിനെ ഡോക്ടറാകണം, എഞ്ചിനീയർ ആകണം, വേണം, എല്ലാം ദൈവം നൽകൂ. നിന്റെ തലമുറയ്ക്ക് ഏറ്റവും ബെറ്ററായ വിദ്യാഭ്യാസം, ഏറ്റവും ബെറ്ററായ നന്മ ദൈവം നൽകും. പക്ഷെ നീ പ്രാർത്ഥിക്കേണ്ട ഒരു ഭാഗം, ഈ ദൈവത്തിൻ്റെ ആത്മാവ് ശമൂവേലിന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിരുന്നു, ദാവീദിന്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്നപ്പോൾ ശൗലിന്റെ മേൽ നിന്ന് ദൈവാത്മാവ് വിട്ടുപോയെന്ന്, വിട്ടുമാറി. അടുത്തവിടെ എഴുതി വെച്ചിരിക്കുക, പിന്നെ അവന്റെ മേൽ ദുരാത്മാവ് ബാധിച്ചെന്ന്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒത്തിരി കാലഘട്ടങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കണമേ, ഒത്തിരി കാലഘട്ടങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഒരിക്കലും തലമുറയുടെ മേൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവ് വിട്ടുമാറാൻ ഇടയാകരുതെന്ന്. നിനക്ക് അവരെ നോക്കാൻ, നീ അവരിയ്ക്കുന്ന രാജ്യത്ത് ചെല്ലാൻ പറ്റത്തില്ല മാതാവേ. നിനക്ക് എത്തി നോക്കാൻ പറ്റത്തില്ല. ഒരു ഫോൺ കോളിന്
അതിനപ്പുറം എന്ത് നടക്കുന്നെന്ന് നിനക്കറിയത്തില്ല. പക്ഷെ പ്രാർത്ഥനാ മുറി കയറിയിരുന്ന മുഴങ്കാലും അടക്കാൻ നിനക്ക് കഴിഞ്ഞാൽ, ഹല്ലേലൂയ. ഇന്ന് ഈ ദൂത് പരിശുദ്ധാത്മാവന്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് തന്നപ്പോ ഞാൻ ഈ ദൂതിനെ ഒത്തിരി പ്രാർത്ഥനയോടെ സ്വീകരിച്ചു. ഞാൻ പ്രാർത്ഥിച്ച ഒരു കാര്യമുണ്ട്. എനിക്കുമുണ്ട് 2 തലമുറകൾ. ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, ദൈവാത്മാവ് അവരിൽ ആവസിക്കണോ, ദൈവാത്മാവിൽ അവരിൽ ആവസിക്കണോ. മറ്റൊന്നും വേണ്ടപ്പാ, മറ്റൊന്നും വേണ്ട. ഈ ദൈവാത്മാവ് ആവസിച്ച എന്റെ തലമുറയുടെ മേൽ ബാക്കിയുള്ളതെല്ലാം പുറകാലെ. ഓ ചില തലമുറകളുടെ മേൽ അസാധാരണമായ ദൈവ സാന്നിധ്യം ഞാൻ ചലിക്കുന്നത് കാണുന്നു. ചില തലമുറകളുടെ മേൽ അസാധാരണമായ ഒരു അഭിഷേകത്തിന്റെ കൈമാറ്റം. ആരൊക്കെയോ ചേർന്ന് തള്ളിക്കളഞ്ഞ ചില തലമുറകൾ, ചിലരുടെ ദുരാത്മാവിനെ മാറ്റുവാൻ അഭിഷേകത്തോടെ കയറിയിരിക്കുന്ന, അഭിഷേകത്തോടെ കയറി വരുന്ന സീസൺ തുറക്കുന്നു. ചിലതിന്റെ ദുരാത്മാവ് മാറുവാൻ നിന്റെ തലമുറയിൽ ഈ കാലഘട്ടത്തിൽ, മാതാവേ, നിന്റെ തലമുറ ദൈവത്തിന് ആവശ്യമുണ്ടെന്ന്. ഹല്ലേലൂയ. പിതാവേ, നിന്റെ തലമുറ ദൈവത്തിന് ആവശ്യമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്കറിയാം ഈ ദൂത് ശക്തമായ ചില തലമുറകളുടെ മേൽ ശക്തമായി ചലിച്ചുകൊണ്ടിരിക്കുകയാ. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചോ. നിങ്ങളുടെ തലമുറകളുടെ മേൽ ഒരു ഭയങ്കര അഭിഷേകം തൊടുന്നു, ഭയങ്കര അഭിഷേകം തൊടുന്നു. ഹല്ലേലൂയ. അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും. ജ്ഞാനത്തിന്റെ, ഹല്ലേലൂയ, വിവേകത്തിന്റെ, അറിവിന്റെ, വിവേകത്തിന്റെ ആത്മാവ്. അടുത്തത് ആലോചനയുടെ, ഹല്ലേലൂയ. അടുത്തത് ബലത്തിന്റെ. ഈ ആത്മാവ് ചലിച്ചത് കൊണ്ടാ ഒറ്റ കല്ലുകൊണ്ട്, ഹല്ലേലൂയ, അപ്പുറത്ത് നിന്ന്, ഹല്ലേലൂയ, പൈശാചിക മണ്ഡലത്തെ താഴെയിട്ടത്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നിന്റെ തലമുറയിൽ ഈ അഭിഷേകം ചലിക്കാൻ തുടങ്ങിയ, നിന്റെ തലമുറയ്ക്കകത്ത് ഈ അഭിഷേകം കത്താൻ തുടങ്ങിയ, നിന്റെ തലമുറയ്ക്കകത്ത് ഈ അഭിഷേകം തിളയ്ക്കാൻ തുടങ്ങിയ, അപ്പുറത്ത് നിന്ന് നിന്റെ കൂടാരത്തെ നോക്കി, നിന്റെ വാഗ്ദത്തത്തെ നോക്കി വെല്ലുവിളിക്കുന്ന ഗോലിയാത്തിന്റെ ശക്തികളെ നിന്റെ തലമുറ തന്നെ താഴെ വീഴ്ത്തുമെന്ന് ഞാൻ പറഞ്ഞാൽ, ചില തലമുറകളുടെ കരത്തിനകത്ത് ഒരു ഭയങ്കര ദൈവശക്തി വ്യാപരിക്കുന്നെന്ന് പരിശുദ്ധാത്മ പ്രവചിക്കുകയാ. ചില തലമുറകളുടെ കരങ്ങൾക്കകത്ത്, എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മ എന്നെ കാണിക്കുന്നു, ചില തലമുറകളുടെ കരത്തിൽ ചില നന്മകൾ കൂടെ ഒഴുകി വരാൻ എന്തോ പരിശുദ്ധാത്മാവിന് അങ്ങനെ ഭയങ്കര പദ്ധതിയുണ്ടെന്ന്. ആൽവിനെ, മോനെ, നീ സ്വീകരിച്ചോ? എന്നോട് പരിശുദ്ധാത്മ പ്രവചിക്കുന്നു, ഈ ദിവസങ്ങളിൽ നിന്റെ കൈയുമായി ബന്ധപ്പെട്ട്, കരവുമായി ബന്ധപ്പെട്ട് പരിശുദ്ധാത്മ ഭയങ്കരമായ ചില വിടുതലുകൾ ചെയ്യുന്നെന്ന്. പലപ്പോഴും കരം ശൂന്യമാകുന്നത് പോലെയൊക്കെ ഇരിക്കുന്ന സാഹചര്യങ്ങൾക്കകത്ത് പരിശുദ്ധാത്മാവിനോട് പ്രവചിക്കുന്നു, നീ ആഗ്രഹിക്കുന്ന ചിലത് നിന്റെ കരത്തിനകത്ത് പിടിക്കുന്ന സമയങ്ങൾ അതിവേഗത്തിൽ വെളിപ്പെടുമെന്ന്, ആത്മാവ് പ്രവചിക്കുകയാ മോനെ. നിന്റെ കരത്തിനകത്ത് ഭയങ്കര ഒരു അഭിഷേകത്തെ, അസാധാരണമായ ഒരു അഭിഷേകത്തെ പരിശുദ്ധാത്മാവ് ശക്തിയോടെ തുറക്കുന്നത് ഞാൻ കാണുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദാവീദിന്റെ കരത്തിൽ മല്ലനായ ഗോലിയാത്തിനെ താഴെയിടുവാനുള്ള അഭിഷേകം ചലിച്ചെങ്കിൽ, ഇന്ന് ഈ രാത്രി ആത്മാ പ്രവചിക്കുന്നു, ഹല്ലേലൂയ, ഈ തലമുറയിൽ, ഈ കാലഘട്ടത്തിൽ നീ ചില പൈശാചിക മേഖലകളെ താഴെ ഇടുന്നത് പോലെ നിന്റെ കരത്തിനകത്ത് ഒരു അസാധാരണമായ ഒരു അഭിഷേകത്തെ പരിശുദ്ധാത്മാവ് തുറക്കുന്നു. ശകരമന ഹദരഗടക ജാലപ്രവര ഹസ്തരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിനോട് പ്രവചിക്കുന്നു, ഈ കാലഘട്ടത്തിൽ, ഈ തലമുറയിൽ കർത്താവിന് നിന്നെ ഒത്തിരി ആവശ്യമുണ്ടെന്ന്. കർത്താവിന് നിന്നെ ഒത്തിരി ആവശ്യമുണ്ട്. കാടിനകത്ത് മറഞ്ഞു കിടന്നാലോ, കാടിനകത്ത് നീ മാറിപ്പോയാലോ, കാടിനകത്ത് നീ ഒളിഞ്ഞിരുന്നാലോ, നിന്നെ റൈറ്റ് ടൈം ആകുമ്പോ വാഗ്ദത്തത്തിനകത്തേക്ക് കർത്താവ് പുറത്തു കൊണ്ടുവരുമെന്ന് ആത്മാവ് ആലോചന കൈമാറുന്നു.
ഹല്ലേലൂയ. മറഞ്ഞു കിടക്കുന്ന ചിലതിനെ കർത്താവ് പുറത്ത് കൊണ്ടുവരിക കേട്ടോ. മറഞ്ഞു കിടക്കുന്ന ചിലതിനെ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. മറഞ്ഞു കിടക്കുന്ന ചിലതിനെ ഹല്ലേലൂയ. പ്രവചനം എഴുതി വെച്ചത് വെറുതെ അല്ല. ഹല്ലേലൂയ. മറഞ്ഞു കിടക്കുന്ന ചിലതിനെ അപ്പനും അമ്മയും എന്നെ തള്ളിക്കളഞ്ഞു. ദാവീദ് എഴുതി വെച്ചിരിക്കുക, എങ്കിലും എന്റെ യഹോവ എന്നെ ചേർത്തുകൊള്ളുമെന്ന്. ഹല്ലേലൂയ. എങ്കിലും എന്റെ യഹോവ എന്നെ ചേർത്തുകൊള്ളു. പലരും നിന്നെ തള്ളിക്കളഞ്ഞാലോ വചനം എഴുതി വെച്ചിരിക്കുന്നു, ഈശായുടെ കുറ്റിക്കകത്ത് നിന്ന് ഹല്ലേലൂയ ആരെല്ലാം തള്ളിക്കളഞ്ഞാലോ ഞാൻ അവനെ പുറത്തു കൊണ്ടുവരും. ഹസ്തമന വൈഡബാലബ. 2-3 മിനിറ്റുകൾ പ്രാർത്ഥനയോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. പുറത്തു വരുവാൻ ഇന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. കർത്താവേ, എനിക്ക് ആഗ്രഹമാ എൻ്റെ മേലെ ആത്മാവൊന്ന് വരണമെന്ന് എത്ര പേര് ആഗ്രഹിക്കുന്നു? ഫലം കായ്ക്കുന്ന ഒരു ഹല്ലേലൂയ അഭിഷേകം, ഫലം കായ്ക്കുന്ന ഒരു അഭിഷേകം, ഫലം പുറപ്പെടുവിക്കുന്ന ഒരു അഭിഷേകം എൻ്റെ തലമുറയുടെ മേൽ, ഹല്ലേലൂയ, എൻ്റെ ഹല്ലേലൂയ കൂടാരത്തിൻ്റെ മേൽ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. അസാധാരണമായ അഭിഷേക ശക്തിയോടെ വെളിപ്പെടുന്നല്ലോ. നിന്റെ തലമുറ പരിശുദ്ധാത്മ പുറത്തു കൊണ്ടുവരികയാ. എനിക്കറിയാം ചില തലമുറകളുടെ മേൽ അഭിഷേകം ചലിക്കുന്നു. ആത്മാവിനോട് പ്രവചിക്കുന്ന ഒരു പദം, ചില കൂടാരങ്ങൾക്കകത്ത് പ്രയോജനമില്ലെന്ന് പറഞ്ഞ തലമുറകളെ, അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ദൂതിനെ വിട്ടുകളയാതെ സ്വീകരിച്ചോണം. ഹല്ലേലൂയ. കൂടാരങ്ങൾക്കകത്ത് പ്രയോജനമില്ലെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ ചില തലമുറകൾ അസാധാരണമായ നിലയിൽ ഉപയോഗിക്കാൻ പോകുന്നെന്ന് ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് പ്രവചനാത്മാവിൽ കൈമാറുകയാ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാ പ്രവചനാത്മാവിൽ കൈമാറുകയാ. ചില തലമുറകൾ അസാധാരണമായ നിലയിൽ ഉപയോഗിക്കാൻ പോകുകയാ. യഹോവ ശമൂവേലിനോട് ചോദിക്കുക, ഇസ്രായേൽ രാജസ്ഥാനത്തിൽ നിന്ന് ഞാൻ ശൗലിനെ തള്ളിയെന്നറിഞ്ഞിരിക്കെ നീ അവനെക്കുറിച്ച് എത്രത്തോളം ദുഃഖിച്ചുകൊണ്ടിരിക്കണ്ട. അടുത്ത കൊമ്പിൽ തൈലം നിറച്ച് പുറപ്പെടുക. ഞാൻ നിന്നെ ബേത്ലഹേമിനായ ഇഷായുടെ അടുക്കൽ അയക്കും. അവൻ്റെ മക്കളിൽ ഞാൻ ഒരു രാജാവിനെ കണ്ടിരിക്കുന്നു. നോക്കിക്കേ, ഹല്ലേലൂയ. ചെറിയൊരു പോസ്റ്റാണോ? ഹല്ലേലൂയ. നോക്കിക്കേ, ഒരു സാധ്യതയും ഇല്ലാത്തവൻ്റെ മേൽ വീണ അഭിഷേകം. അടുത്ത രാജാവായി കണ്ടിരിക്കുന്നെന്ന്. ഈ മനുഷ്യൻ ഒരുപക്ഷെ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടുണ്ടാകത്തില്ല തൻ്റെ കൂടാരത്തിനകത്തു നിന്ന് ഇങ്ങനെ ഒരാൾ പുറത്തു വരുമോന്ന്. ഇതാ ദൈവത്തിൻ്റെ പദ്ധതി. നീ ചിന്തിക്കാത്തത്, നീ നിരൂപിക്കാത്തത്, ഹല്ലേലൂയ, നീ ആലോചിക്കാത്തത്, ഹല്ലേലൂയ, നിന്റെ ചിന്തകൾക്ക് അപ്പുറമായത്, നിന്റെ തലമുറയിൽ ദൈവത്തിന് പ്ലാൻ ഉണ്ടെന്ന്. എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. നിന്റെ ഹല്ലേലൂയ, നിന്റെ കൂട്ടക്കാർ ചിന്തിക്കാത്തത്, നിന്റെ കുടുംബക്കാർക്ക് ചിന്തിക്കാൻ പറ്റാത്തത്, നിന്റെ തലമുറയിൽ ഹല്ലേലൂയ നിന്റെ കുടുംബക്കാരുടെ തലമുറകൾക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്തത് ഈ വചനം ചുമന്നതുകൊണ്ട് നിന്റെ തലമുറയുടെ മേൽ വീഴുമെന്ന്. ആർക്കും വീഴാത്ത ചില അഭിഷേകം ചില തലമുറകളുടെ മേൽ വീഴുന്നതല്ലോ. ആർക്കും വീഴാത്ത ചില അഭിഷേകം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചെറിയൊരു പോസ്റ്റ് ഒന്നുമല്ല. ഞാൻ അവൻ്റെ മക്കളിൽ ഒരുവനെ ഞാൻ രാജാവായി കണ്ടിരിക്കുന്നു. നോക്കിക്കേ ദൈവമേ, ഹല്ലേലൂയ. ഞാനിങ്ങനെ ചിന്തിക്കണേ, എളിയവനെ ഓർക്കുന്നൊരു ദൈവം, എളിയവനെ ഓർക്കുന്ന ആദരിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. നിന്നെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. ഹല്ലേലൂയ. ദരിദ്രനെ പൊടിയിൽ നിന്നോ, ഹല്ലേലൂയ, എളിയവനെ കുപ്പയിൽ നിന്നോ, ഹല്ലേലൂയ, ഹല്ലേലൂയ, നിന്നെ ഓർക്കുന്ന
ഇത് പറഞ്ഞു ഇഷായുടെ വീടിനകത്തേക്ക് ശമൂവേൽ ചെന്നു. ആ സമയത്ത് ദാവീദ് അവിടെ ഇല്ല. ആ ഭാഗമൊക്കെ വായിക്കുമ്പോൾ, ഒരു പക്ഷേ നമ്മൾ ആ ചരിത്രം എടുത്ത് വായിക്കുമ്പോൾ, താൻ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥ, അല്ലെ കാട്ടിനകത്താ. ഇഷായി ബാക്കിയുള്ള എല്ലാ മക്കളെയും നിരത്തി. ഇഷായി ഒരുപക്ഷെ ഭയങ്കര സന്തോഷിച്ചായിരിക്കും. കാരണം ചെന്ന് വീഴുന്ന വലിയൊരു അഭിഷേകമാ, രാജാവാകാൻ എൻ്റെ തലമുറയിൽ നിന്നോ ഹാലേലി ഒരു രാജാവാകുന്നെന്നോ എൻ്റെ മക്കളിൽ ആരെങ്കിലും ഒരാൾ, ഓ ഹാലേലി എല്ലാവരെയും നിരത്തി നിർത്തുക. ഒന്ന് മാറി ഒരുത്തനെ മാറ്റിയപ്പോൾ ആളിലെ അടുത്തവൻ ഹാലേലി ഇല്ല ഇവനുമല്ല, ഇങ്ങനെ ഓരോരുത്തരെ നിരത്തി നിർത്തിയിട്ട് ഈ അപ്പൻ ഇത് ഓർത്തില്ല. ഈ അപ്പൻ ഈ ദാവീദിനെ പറ്റി ഓർത്തില്ല, ഉണ്ടെന്ന് പോലും പറഞ്ഞില്ല. ദൈവമക്കളെ, നമുക്ക് 2 കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഹാലേലി 3 കുഞ്ഞുങ്ങളുണ്ടെന്നിരിക്കട്ടെ, ഹാലേലി എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ അല്ലെ ആരെങ്കിലും വരുമ്പോൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാ? ഹാലേലി ഇപ്പം ഇവിടെ ഇല്ല, എൻ്റെ കുഞ്ഞ് മറ്റൊരിടത്ത് പഠിക്കുന്നുണ്ട്, അല്ലെ മറ്റൊരിടത്താ, ഇപ്പം വീട്ടിലില്ല, നമ്മളിങ്ങനല്ലേ പറയാറുള്ളത്. പക്ഷെ ഇത്രയും വലിയൊരു ഫംഗ്ഷൻ നടന്നിട്ടും ഈ പിതാവ് ഈ മകനെ ഓർത്തില്ലെന്ന്. ചിലരൊക്കെ ഓർക്കാതിരുന്നത് നല്ലതിനാ. ഹല്ലേലൂയ. ചിലർ നിന്നെ മറന്നത് നല്ലതാ, ചിലർ നിന്നെ മറന്നത് നല്ലതിനാ. എന്തിനാണെന്നറിയാമോ? ആരെല്ലാം നിന്നെ മറന്നാലും കസേര നിനക്കുള്ളതാ. ഓ ഹല്ലേലൂയ. ഈശായി നിന്നെ മറക്കും, പക്ഷെ തമ്പുരാൻ നിന്നെ മറക്കത്തില്ല. ഹല്ലേലൂയ. അപ്പൻ നിന്നെ മറക്കും, ഹല്ലേലൂയ. ചേട്ടന്മാർ നിന്നെ മറക്കും, ഹല്ലേലൂയ. പലരും നിന്നെ മറക്കും, പക്ഷെ തമ്പുരാൻ മറക്കത്തില്ലെന്ന് എഴുതി വെച്ചിരിക്കുകയാ. അവന്റെ കുറ്റിയിൽ നിന്ന് ഞാൻ ഒരുത്തനെ പുറത്തു കൊണ്ടുവരുമെന്ന്, അതുകൊണ്ട് നിന്നെ മറക്കത്തില്ലെന്ന്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നെ മറക്കത്തില്ല കേട്ടോ. ദൈവമക്കളെ, ഇന്ന് രാത്രി എൻ്റെ മുന്നിൽ ഇരിക്കുന്ന ദൈവജനത്തോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാ, നിന്നെ മറക്കത്തില്ല, നിന്നെ മറക്കത്തില്ല. അതുകൊണ്ട് ദാവീദ് മറ്റൊരു ഭാഗത്ത് എഴുതി വെച്ചിട്ട്, അപ്പനും അമ്മയും എങ്ങനെ മറന്നു എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. നിന്റെ തലമുറ ആരും ഓർത്തില്ലെങ്കിലും, ഹല്ലേലൂയ, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ആരും കരുതാനില്ലെങ്കിലും, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഹല്ലേലൂയ ഒരു ഹല്ലേലൂയ നന്മ തരാൻ ആരുമില്ലെങ്കിലും, ഞാൻ പറയാം, നിന്റെ തലമുറയെ ഓർക്കുന്നൊരു കർത്താവുണ്ട്, നിന്റെ തലമുറയെ ഓർക്കുന്നൊരു കർത്താവുണ്ട്. എൻ്റെ ചിന്തയിലേക്ക് വേഗം ഓടി വരുന്നൊരു ഭാഗം ഞാൻ ഹല്ലേലൂയ പെട്ടെന്ന് പറയാം. ഹാഗാർ, ആ ഭാഗം നിങ്ങൾ എടുത്തു വായിക്കണം. ഹാഗാർ നിലവിളിക്കുക, മാറിയിരുന്ന് അൻപിൻപാട് ദൂരെ ഇരുന്ന്. പലതവണ ഞാൻ നിങ്ങളോട് പ്രസംഗിച്ചൊരു ഭാഗമാണ്. ഹാഗാർ മാറിയിരുന്ന് നിലവിളിക്കുന്നു. പക്ഷെ അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഒരു പദമേ ഇന്നലെ രാത്രി എന്നെ ഒത്തിരി ചിന്തിപ്പിക്കാനിടയായി. അവിടെ എഴുതി വെച്ചിരിക്കുക, ഹാഗാർ മാറിയിരുന്നിരിക്കുന്നു, പക്ഷെ കുട്ടിയുടെ കരച്ചിൽ കേട്ട്. ഹാഗാറല്ലേ നിലവിളിച്ചേ, പക്ഷെ കർത്താവ് കേട്ടത് എവിടാ? കുട്ടിയുടെ കരച്ചിൽ കേട്ട്. ഹല്ലേലൂയ. നീ മാറിയിരുന്ന് നിലവിളിക്കുമ്പോൾ നിന്റെ തലമുറയ്ക്ക് വേണ്ടി നീ പോലും അറിയാത്ത ചില വഴികൾ തുറക്കുമെന്നോ. എന്തോ പരിശുദ്ധാത്മാവിനോട് ഇങ്ങനെ ഒരു പദം പറയുന്നു. കഴിഞ്ഞ ദിവസങ്ങളും ഈ ഭാഗം വായിച്ച് കരഞ്ഞ ആരോ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നു. ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ദൂതിനെ അങ്ങ് സ്വീകരിച്ചോളാം. ഈ ഭാഗം വായിച്ച് കരഞ്ഞ ദൈവസന്നിധിയിൽ ആരോ എന്നെ ഇന്ന് രാത്രി കേൾക്കുന്നുണ്ട്. അവരോട് പരിശുദ്ധാത്മാവ് കൈമാറുകയാ. കണ്ണു തുറന്നു നോക്കിയപ്പോൾ ആരും സഹായിപ്പാൻ ഇല്ലാത്ത ഏരിയക്കകത്ത് ദൈവത്തിന്റെ വഴി തുറന്നെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, ദൈവത്തിന്റെ പ്രവൃത്തി നീ ചിന്തിക്കുന്നതിനപ്പുറമായ തരത്തിൽ, നീ ചിന്തിക്കുന്നത് പോലെ അല്ല ചില ദൈവിക പ്രവർത്തികൾ വെളിപ്പെടുന്നത്. സുനിയാന്റി പരിശുദ്ധാത്മ പ്രവചിക്കുന്നു, നീ ചിന്തിക്കുന്നത് പോലെ അല്ല ചില ദൈവിക പ്രവർത്തികൾ, നീ ചിന്തിക്കുന്നത് പോലെ അല്ല ചില ദൈവത്തിന്റെ പദ്ധതികൾ. അതിനു മുകളിൽ തലമുറകൾക്ക് വേണ്ടി ചില വഴികൾ തുറക്കുന്നു. യേശുവിന്റെ നാമത്തിൽ എനിക്കറിയത്തില്ല ആന്റി, ആത്മാവിനോട് പ്രവചിക്കുന്നു, തലമുറകളുമായി ബന്ധപ്പെട്ട് ചില പ്രത്യേക വഴികൾ തുറക്കുന്നല്ലോ. അസാധാരണമായ നിലയിൽ ദൈവത്തിന്റെ സാന്നിധ്യം ചലിക്കുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നു.
ഹല്ലേലൂയ. ഉടനെ പറയുന്ന അപ്പനെല്ലാവരെ നേറ്റിരുത്തിട്ട് ഇവരെ ആരെയും തെരഞ്ഞെടുത്തിട്ടില്ല, ഇവരെ ആരെയും തെരഞ്ഞെടുത്തിട്ടില്ല. രാജകസേരയ്ക്കകത്തു വരാൻ എവിടെയോ പുറം പറമ്പിൽ കിടക്കുന്ന, കാട്ടിൽ കിടക്കുന്ന, ആടുകളുടെ കൂടെ നടക്കുന്ന ഹാലേലൂയ ഈ ചെറുപ്പക്കാരനെയാണ് തിരഞ്ഞെടുത്തത്. അടുത്തൊരു നിയോഗങ്ങൾക്ക് വേണ്ടി, അടുത്തൊരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം ചില തലമുറകളെ തെരഞ്ഞെടുക്കുന്നെന്ന് ആത്മാവാലോചന കൈമാറുന്നു. അതിനപ്പുറമായി തെരഞ്ഞെടുപ്പ് വീണ തലമുറകൾ ഇന്നും എവിടെയോ 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 ഒളിഞ്ഞു കിടക്കുകയാ. ആത്മാവ് പ്രവചിക്കുന്നവർ പുറത്തു വരാൻ സമയമായെന്ന്, പുറത്തു വരാൻ സമയമായെന്ന് പരിശുദ്ധ ആത്മാവ് പ്രവചിക്കുകയാ. ചില രാജ്യങ്ങളുടെ പ്രവാചകന്മാരായി, ചില രാജ്യങ്ങളുടെ പ്രവാചകന്മാരായി നിന്റെ തലമുറയെ ദൈവം എഴുന്നേൽപ്പിക്കുന്ന, നിന്റെ തലമുറയെ ദൈവം എഴുന്നേൽപ്പിക്കുന്ന. ഓ റാബാല ബിരാനിയ ദൂത് സ്വീകരിച്ചോ. ഹല്ലേലൂയ. എനിക്കറിയത്തിൽ ആത്മാ പ്രവചിക്കുന്നു. ഹല്ലേലൂയ. രാജ്യങ്ങളുടെ പ്രവാചകന്മാരായി, രാജ്യങ്ങളുടെ പ്രവാചകന്മാരായി തലമുറയെ ദൈവം എഴുന്നേൽപ്പിക്കുന്ന സമയങ്ങൾ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ഇത് കർത്താവ് തരുന്ന ഭയങ്കര ഭയങ്കര ഒരു ഗിഫ്റ്റ് ആകട്ടോ. ഹല്ലേലൂയ. ആർക്കും വീഴാത്ത, ആർക്കും വീഴാത്ത ഒരു അഭിഷേകം, നിരത്തി നിർത്തി ആരുടെ തലമേലും വീഴാത്തത് ആത്മാവരോട് പ്രവചിക്കുന്നു. അവരെ ആരെയും ഞാൻ തെരഞ്ഞെടുത്തിട്ടില്ല, അവരെ ആരെയും ഞാൻ തെരഞ്ഞെടുത്തിട്ടില്ല. എനിക്ക് വേണ്ടത് നിന്റെ തലമുറയാ, എനിക്ക് വേണ്ടത് നിന്റെ തലമുറയാ. ഇവരെ ആരെയുമല്ല, ഇവരുടെ മേൽ ആരുടെ മേലും അല്ല ഈ അഭിഷേകത്തിന്. ചില തലമുറകൾ ദൈവ സാന്നിധ്യവുമായി ഭയങ്കരമായി കണക്ട് ആകുന്നു. സ്വീകരിച്ച മാതാവേ, നിന്റെ തലമുറ ദൈവ രാജ്യത്തിന് വേണ്ടി നിൽക്കുന്നത് ഈ കാലഘട്ടത്തിൽ നീ കാണാൻ തുടങ്ങുകയാ, ഈ കാലഘട്ടത്തിൽ നീ കാണാൻ തുടങ്ങുകയാ. നിന്റെ തലമുറ രാജകസേരയ്ക്കകത്തേക്ക് കയറി വരും. നീ ഒറ്റ കാര്യം പ്രാർത്ഥിച്ചാൽ മതി, അവന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ആവസിക്കണം, അവന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കണം. നിന്റെ തലമുറയുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ആവസിച്ചാൽ ഹല്ലേലൂയ, പലരെയും തള്ളിക്കളഞ്ഞിട്ട്, പലരെയും മാറ്റി നിർത്തിയിട്ട് ഹല്ലേലൂയ അവൻ കയറിയിരിക്കുന്ന ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പനും അമ്മയും എല്ലാം തള്ളിക്കളഞ്ഞാലും ഉടനെ ശമൂവേൽ പറയാ ഈശായിയോട്, ആളയച്ചവനെ വരുത്തുക, അവൻ വന്നിട്ടല്ലാതെ ഞാൻ പന്തിയിലിരിക്കത്തില്ല. ഹല്ലേലൂയ. വന്നു, ഹല്ലേലൂയ. ഇതെല്ലാം കഴിഞ്ഞു. എനിക്ക് അവിടെ ഇഷ്ടപ്പെട്ടൊരു ഭാഗമുണ്ട്. അന്നു മുതൽ അഭിഷേകം ചെയ്തു. യഹോവയുടെ ആത്മാവ് അന്നു മുതൽ ദാവീദിന്റെ മേൽ വന്നു. അടുത്ത ഭാഗം എഴുതി വെച്ചിരിക്കുന്നു. എന്നാൽ യഹോവയുടെ ആത്മാവ് ശൗലിനെ വിട്ടുമാറി, യഹോവ അയച്ച ദുരാത്മാവ് അവനെ ബാധിച്ചു. നോക്കിക്കോണേ, അടുത്തത് ഈ അഭിഷേകം വീണ് കഴിഞ്ഞിട്ട് അടുത്ത പോസ്റ്റിങ്ങിലേക്ക് കയറുക, അടുത്ത നിയോഗത്തിലേക്ക് കയറുക. എന്തിനാണെന്നറിയോ? അടുത്ത് ഭയങ്കര ഒരു ശുശ്രൂഷയ്ക്കകത്തേക്ക്, അടുത്ത ഭയങ്കര ഒരു ശുശ്രൂഷയ്ക്കകത്തേക്ക് കയറുക. എന്താ? ദുരാത്മ മണ്ഡലങ്ങളുടെ മേൽ. ഓ ഹല്ലേലൂയ. ദുരാത്മ മണ്ഡലങ്ങളുടെ മേൽ നിന്റെ തലമുറയ്ക്ക് ഒരു അഭിഷേകത്തെ കർത്താവ് തുറക്കുകയാ. എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാവിനോട് പ്രവചിക്കുന്നു, പൈശാചിക മേഖലയുടെ മേൽ ഒരധികാരത്തോടെ ശുശ്രൂഷിക്കുന്ന തലമുറകൾ, ഇതിനകത്തു നിന്ന് ചില മാതാക്കളുടെ തലമുറകൾ എഴുന്നേൽക്കുമെന്ന് ആത്മാവിനോട് പ്രവചിക്കുന്നു. ആരാ ദൂതിനെ സ്വീകരിക്കുന്നത്? ഹല്ലേലൂയ. അങ്ങനെയുള്ള ശുശ്രൂഷകൾ ചെയ്യുന്ന ചില തലമുറകൾ ഹല്ലേലൂയ ഇതിനകത്തു നിന്ന് എഴുന്നേൽക്കാൻ തുടങ്ങുകയാ. ഹല്ലേലൂയ. അഭിഷേകം വീണപ്പോൾ നോക്കിക്കണേ, ഒരുവന്റെ മേൽ അഭിഷേകം വീഴുന്നു, അപ്പോൾ മറ്റൊരുവന്റെ അഭിഷേകം പോകുന്നു, അവന്റെ മേൽ ദുരാത്മാവ് ബാധിക്കുന്നു. ഈ ദുരാത്മാവിനെ
ശാന്തമാക്കാൻ. അഭിഷേകം വീണവൻ അവിടെ എൻ്ററാകുക. പിടികിട്ടിയവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാ. നിന്റെ തലമുറ ചില മേഖലകളിൽ എൻ്ററാകാൻ തുടങ്ങുകയാ. ഓ നിന്റെ തലമുറ ചില മേഖലകളിൽ അഭിഷേകത്തോടെ എൻ്ററാകാൻ തുടങ്ങുന്നു. സോണി ആൻറ്റി സ്വീകരിച്ചു. തലമുറകൾ ചില മേഖലകളിൽ അഭിഷേകത്തോടെ എൻ്ററാകാൻ തുടങ്ങുകയാകട്ടോ. ചെറിയ ചെറിയ ഒരുപക്ഷെ പാട്ടായിരിക്കും, ഒരുപക്ഷെ പ്രാർത്ഥനയായിരിക്കാം, ഒരുപക്ഷെ ചെറിയ ചെറിയ കാര്യമായിരിക്കാം നീ നോക്കുമ്പോൾ നിന്റെ തലമുറകൾ ചെയ്യുന്നത്. പക്ഷെ ആത്മാവനോട് പ്രവചിക്കുന്നു, അത് ചില ദുരാത്മാ മണ്ഡലങ്ങളെ ശാന്തമാക്കുവാൻ. എനിക്കറിയാം ഇന്ന് ചില തലമുറകളെ കർത്താവ് അസാധാരണമായി തൊടുന്ന രാത്രിയാ. ചില തലമുറകളുടെ മേൽ ഒരു അഭിഷേകത്തിന്റെ കൈമാറ്റം വീഴുന്ന ചില തലമുറകളുടെ മേൽ അഭിഷേകത്തിന്റെ കൈമാറ്റം. 2-3 മിനിറ്റുകൾ നിങ്ങളുടെ കൂടാരങ്ങളിലുള്ള തലമുറകളെ വഹിച്ചെന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. അവർ ഏതു രാജ്യത്തായിരുന്നാലോ, ഏതു രാജ്യങ്ങളിൽ പരിശുദ്ധ ആത്മാവിനോട് പ്രവചിക്കുന്നു. യൂറോപ്യൻ കൺട്രികളുമായി ബന്ധപ്പെട്ട ചില തലമുറകളെ കർത്താവ് അവിടെ അഭിഷേകത്തോടെ ഉപയോഗിക്കാൻ തുടങ്ങുന്നെന്ന് പ്രാർത്ഥിച്ചോളാം. നിങ്ങൾ അവർ പഠിക്കുന്ന കോളേജുകൾക്കകത്ത് അവരുടെ അഭിഷേകം തെളിയാൻ തുടങ്ങുകയാ. അവർ പഠിക്കുന്ന കോളേജുകൾക്കകത്ത്, എനിക്കറിയത്തില്ല, ആത്മാവനോട് അങ്ങനെ തന്നെ പ്രവചിക്കുന്നു. അവർ പഠിക്കുന്ന കോളേജുകൾക്കകത്ത് അവരുടെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകം തെളിയാൻ തുടങ്ങുന്നു. അവരുടെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകം അവരെ കൊണ്ട് എന്തൊക്കെയോ ചെയ്യാൻ ആഗ്രഹിക്കുകയാ. അവരെ കൊണ്ട് എന്തൊക്കെയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിന്റെ തലമുറയെ ദൈവം അവിടേക്ക് പറഞ്ഞയച്ചത് വെറുതെ അല്ലെന്ന്. അഭിഷക്തന്മാരുടെ നിഴല് തട്ടിയപ്പോൾ രോഗികൾ സൗഖ്യമായെങ്കിൽ ഈ കാലഘട്ടത്തിൽ അതൊന്ന് ആഗ്രഹിക്കാമോ? നിന്റെ തലമുറയുടെ മേൽ ആത്മാവ് ചലിച്ചാൽ, അവൻ ഒരിടത്ത് കാലുകുത്തുമ്പോൾ, അവർ ഒരിടത്ത് എൻ്ററാകുമ്പോൾ, ആ ദേശത്ത് വെല്ലുവിളിച്ച് നിൽക്കുന്ന പട്ടണ ഭൂതങ്ങളുടെ മേൽ ഒരു അധികാരം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ചില തലമുറകളെ കർത്താവ് അസാധാരണമായ നിലയിൽ ഉപയോഗിക്കുന്നു. ഹല്ലേലൂയ. ഒരുവന്റെ മേൽ ദുരാത്മാവ് വന്നപ്പോൾ അഭിഷേകം വീണവൻ എൻ്ററാകുക. ഹല്ലേലൂയ. നോക്കിക്കേ, ഇവിടെ ഇവൻ ഹല്ലേലൂയ ഉപയോഗിക്കുന്നത് ഈ അഭിഷേകത്തിന്റെ ഹല്ലേലൂയ ഈ അഭിഷേകത്തിന്റെ ശക്തി കൊണ്ട്. താൻ കിന്നരം വായിക്കുമ്പോൾ ദുരാത്മാവ് അവനെ വിട്ടുമാറും. ശൗലിന് ആശ്വാസവും സുഖവും ഉണ്ടാകും. ഇന്ന് രാത്രി നിങ്ങൾക്കൊന്ന് വിശ്വസിക്കാൻ പറ്റുമോ? നിന്റെ തലമുറയുടെ മേൽ ഈ അഭിഷേകം വ്യാപരിച്ചാൽ, ചിലതിൻ്റെ മേൽ വ്യാപരിച്ച് വെല്ലുവിളിയായി നിൽക്കുന്ന ചില കോട്ടകളെ നിങ്ങളുടെ തലമുറകൾ അടക്കി ഭരിക്കാൻ തുടങ്ങുകയാണ്. പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുക. 2-3 മിനിറ്റുകൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ആത്മാവിൽ പ്രാർത്ഥിക്കാൻ വേർതിരിച്ചു തരിക. പരിശുദ്ധാത്മാവ് എന്തോ അങ്ങനെ തന്നെ എന്നോട് അങ്ങനെ ഒരു നിയോഗത്തെ തരുന്നു. നിങ്ങളുടെ തലമുറകളുടെ പേരുകൾ പറഞ്ഞ് ചിന്തിച്ച് നിങ്ങൾ ഈ മിനിറ്റുകൾ പ്രാർത്ഥിച്ചോ. അവരുടെ മേൽ ഈ കൈമാറ്റം ഇപ്പോൾ നടക്കും. എനിക്കുറപ്പുണ്ട്. നിങ്ങളുടെ കാതുകളിൽ അത് കേൾക്കാൻ തുടങ്ങുകയാ. ഹല്ലേലൂയ. മമ്മി, ഞാൻ കഴിഞ്ഞ് വരുന്ന ദിവസങ്ങളിൽ കോളേജുകളിൽ പോയപ്പോൾ ഇന്നത് സംഭവിച്ചു. മമ്മി, ഞാൻ ഇന്നതുപോലെ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ഒരാളോട് ഇങ്ങനെ. നിന്റെ തലമുറ ചിലർക്ക് ആശ്വാസമാകാൻ പോകുകയാ. എന്തോ ആത്മാവനോട് പ്രവചിക്കുന്നു. നിന്റെ തലമുറകൾ പലർക്കും ഒരു ആശ്വാസമാകാം. പല തലമുറകൾക്കും പലരുടെ തലമുറകളും പലർക്കും തലവേദന ഉണ്ടാക്കുമ്പോൾ, പലർക്കും വേദന ഉണ്ടാക്കുമ്പോൾ, നിന്റെ തലമുറ പലർക്കും ഒരു ആശ്വാസം. അത് ആഗ്രഹിക്കുന്ന മാതാക്കൾ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ശിരുവാന്റി പ്രാർത്ഥിച്ചോ. നിന്റെ തലമുറ പലർക്കും ഒരു ആശ്വാസമാകാൻ. പല തലമുറകളെ കൊണ്ടും പലരും വേദനിക്കുമ്പോ, പല തലമുറകളെ കൊണ്ടും പലരും നെടുവീർപ്പെടുമ്പോ, ഹല്ലേലൂയ,
ഹല്ലേലൂയ. പലരും ഹല്ലേലൂയ രാത്രി ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുമ്പോൾ മാതാവേ പ്രാർത്ഥിച്ചോ, നിന്റെ തലമുറ പലർക്കും ഒരാശ്വാസമാകാൻ തുടങ്ങുകയാ. കാരണം എന്താണെന്നറിയാമോ? ആ ഈശായുടെ കുറ്റിയിൽ നിന്ന് ഹല്ലേലൂയ ഹല്ലേലൂയ നിന്റെ തലമുറ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നേ അവനെ പറ്റി ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, അവളെ പറ്റി ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. പലപ്പോഴും പിശാച് തകർക്കാൻ നോക്കിയപ്പോ, പിശാച് നശിപ്പിക്കാൻ നോക്കിയപ്പോ, പിശാചിന്റെ പദ്ധതികൾ വഴിയിൽ പതിയിട്ട് അപകടങ്ങൾ കൊണ്ടുവന്നിട്ടപ്പോൾ അതിൽ നിന്ന് ഒരു പക്ഷിയെ പോലെ കെണിവെട്ടി പുറത്തു വന്നതിന്റെ പിന്നിൽ ദൈവത്തിനൊരു ഭയങ്കര പ്ലാൻ ഉണ്ടെന്ന്. ഓ രാധാരമന വൈഡവലവ ചില തലമുറകളുടെ വഴിയിൽ പതിയിരിക്കുന്ന ചില അപകടങ്ങൾ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ആകുന്നു. പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. വഴിയിൽ പതിയിരിക്കുന്ന ചില അപകടങ്ങൾ, ചില സ്വാധീനങ്ങൾ, ചില സ്വാധീനങ്ങൾ ഇന്ന് രാത്രി ചിലരുടെ മുകളിൽ നിന്ന് ആഴിഞ്ഞു മാറുന്ന, ഓ ഹല്ലേലൂയ, ചില രാജ്യങ്ങളുടെ മേൽ, ചില രാജ്യങ്ങൾക്കകത്ത് നിന്റെ തലമുറയുടെ പേര് വരാൻ തുടങ്ങുകയാ. ചില രാജ്യങ്ങളിൽ നിന്റെ തലമുറയുടെ പേര് വരാൻ, ഓ പ്രവാചകന്മാരിൽ ഹല്ലേലൂയ നിങ്ങൾ അവിടെ ഭാഗത്ത് നിന്റെ തലമുറയുടെ പേര് ചേർത്ത് പ്രാർത്ഥിച്ചോ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഈശോയുടെ കുറ്റിയിൽ നിന്ന് ഒരു മൂള പൊട്ടി പുറപ്പെടും. ആര് മറന്നാലും ഈ വചനം, ഈ പ്രവചനം നിലനിൽക്കുന്നുണ്ടെങ്കിൽ, ഈ പ്രവചനം ഇവിടെ നിലനിൽക്കുന്നത്രയും കാലം കാട്ടിൽ നിന്ന് വരുത്തേണ്ടി വരും, കാട്ടിൽ നിന്ന് വരുത്തേണ്ടി വരും. ഹല്ലേലൂയ, കാട്ടിൽ നിന്ന് വരുത്തേണ്ടി വരും. ഹല്ലേലൂയ. കാരണം അഭിഷേകം വീഴേണ്ട തല, ഹല്ലേലൂയ, രാജകസേര കയറി ഇരിക്കേണ്ടവൻ, ഹല്ലേലൂയ ഹല്ലേലൂയ, ഫെലിസ്ത്യനെ മല്ലനായ ഗോലിയാത്തിനെ താഴെ ഇടേണ്ടവൻ, ഹല്ലേലൂയ, രാജ്യത്തെ ഭരിക്കേണ്ടവൻ. ആമേൻ. ഹല്ലേലൂയ. നിന്റെ തലമുറയുടെ മേൽ വീഴാൻ തുടങ്ങുക. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ചാട്ടെ. ഇന്ന് രാത്രി എത്രമേൽ പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവേ എൻ്റെ തലമുറയുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് ആവസിക്കണം. വേറൊന്നും നിങ്ങൾ പ്രാർത്ഥിക്കണ്ട. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവം നിന്റെ തലമുറയ്ക്ക് നല്ല വിദ്യാഭ്യാസം തരും, നല്ല ഭാവി തരും, നല്ല വഴികൾ തുറക്കും. ഹല്ലേലൂയ. നല്ല നല്ല വരുമാന മാർഗങ്ങളുടെ ഉറവകൾ അവർക്ക് തുറന്നു കൊടുക്കും. അപ്പോഴും ദൈവാത്മാവ് വിട്ടുമാറരുത്. ദൈവാത്മാവ് വിട്ടുമാറരുത്. ദൈവാത്മാവ് വിട്ടുമാറരുത്. ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? എത്ര പേർക്ക് ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ കഴിയും? അപ്പാ ഈ കാലഘട്ടത്തിൽ ദൈവാത്മാവ് വിട്ടുമാറരുത്. ഹല്ലേലൂയ. ദൈവാത്മാവ് വസിച്ചാൽ ദൈവിക ആലോചനക്കനുസരിച്ച് നിന്റെ തലമുറ സ്റ്റെപ്പുകൾ വെക്കോ. പിശാച് ഒരു പൈശാചിക ആലോചനകൾ കൊണ്ടുവന്നിട്ടാലും അതിനകത്തു നിന്ന് നിന്റെ തലമുറ ഈസിയായിട്ട് പുറത്തു വരും. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ചാട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുക. കർത്താവേ, ഞാൻ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വർച്ച കുറിവാക്കിയതിൽ ഒറ്റ ഭാഗം മാത്രമേ ഞങ്ങൾ ഒരുമിച്ച് ഹല്ലേലൂയ ഇന്ന് ചിന്തിച്ചുള്ളൂ. ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളുടെ തലമുറയിൽ ആവസിക്കണം. ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളുടെ മകൻ്റെ മേൽ, മകളുടെ മേൽ, ഞങ്ങളുടെ കൊച്ചുമക്കളുടെ മേൽ കർത്താവേ ഹല്ലേലൂയ ആവസിക്കണം. അവരെവിടെ പോയാലും, അവരെവിടെ യാത്ര ചെയ്താലും, അവരെവിടെ ഏത് സ്ഥാനത്തു നിന്നാലും പരിശുദ്ധ ആത്മാവിൻ്റെ അഭിഷേകത്തിൽ അവർ മൂവാകട്ടെ. ഈ അഭിഷേകത്തെ മാറ്റിയിട്ട് അവരുടെ ലൈഫിനകത്ത് ഒന്നും ഉണ്ടാകരുത്. കർത്താവേ, ഇന്ന് ജോയിൻ ചെയ്ത എല്ലാവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ തലമുറകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക. കർത്താവ്, എന്തോ ഇന്ന് ഈ മീറ്റിങ്ങിനെ തലമുറകളുമായി ഭയങ്കരമായി കണക്ട് ചെയ്യുന്നല്ലോ. കർത്താവ്, ഇന്ന് ഇതിനകത്ത് ജോയിൻ ചെയ്തിരിക്കുന്ന 63 ഡിവൈസിലുള്ള പ്രിയപ്പെട്ടവരുടെ തലമുറകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ തലമുറകളെയും ഞാൻ ബ്ലസ് ചെയ്യുകയാണ്. അവരുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് ആവസിക്കട്ടെ. അവരുടെ മേൽ
ദൈവത്തിൻ്റെ ആത്മാവ് ആവസിക്കട്ടെ. അവർ പോകുന്ന ഇടങ്ങളിൽ, അവരുടെ യാത്രകളിൽ, അവരുടെ കൂട്ടുകെട്ടുകളിൽ കർത്താവേ ഹല്ലേലൂയ, ദൈവഹിതമല്ലാത്തതൊന്നോ യേശുവിൻ്റെ നാമത്തിൽ അവരുടെ മേൽ സംഭവിക്കരുത്. പൈശാചിക സ്വാധീനങ്ങൾ ഞങ്ങളുടെ തലമുറക്കകത്തു നിന്ന് ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്യുന്നു. രാജകസേരക്കകത്ത് കയറിയിരിക്കുന്ന ജ്ഞാനമുള്ള, വിവേകമുള്ള, പരിജ്ഞാനമുള്ള, ബലമുള്ള തലമുറകൾ ഇതിനകത്തു നിന്ന് എഴുന്നേൽക്കട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് സ്തോത്രം. ഈ കുഞ്ഞുങ്ങളെല്ലാം ഞാൻ ബ്ലസ് ചെയ്യുന്നു കർത്താവ്. എല്ലാവരെയും ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുക. ദിവസങ്ങളിൽ 10th എക്സാമിന് കഴിഞ്ഞ് കർത്താവ് ഞങ്ങൾ കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥിച്ചു. നല്ല റിസൾട്ട് കിട്ടിയ കുഞ്ഞുങ്ങളുണ്ട് കർത്താവരെ. ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കും. നല്ല അഡ്മിഷൻ അവർക്ക് ഒരുക്കണം. വരുന്നത് ഹാലൊരു +2 റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കുഞ്ഞുങ്ങളുണ്ട്. ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. നീറ്റ് എക്സാം എഴുതിയിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവർക്കെല്ലാം വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവരെല്ലാം അനുഗ്രഹിക്കണമേ, വിടുതൽ നയിക്കണം. വിവേകത്തോടെ, ജ്ഞാനത്തോടെ, പരിജ്ഞാനത്തോടെ നിൽക്കുവാൻ കൃപ ചെയ്യണമേ അപ്പ. അങ്ങ് അത് ചെയ്യുന്നത് കൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കരമുയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ തലമുറകളുടെ മേൽ ആവസിക്കണം. ഇന്നു മുതൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കകത്ത് ആ പദം കൂടി നിങ്ങൾ ചേർക്കണം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവ് ഇതുണ്ടെങ്കിൽ ജ്ഞാനമുണ്ടാകും, പരിജ്ഞാനമുണ്ടാകും, വിവേകമുണ്ടാകും, ബലമുണ്ടാകും. ഹല്ലേലൂയ. പിശാച് തകർക്കുന്ന ഏതെങ്കിലും ഒരു സാഹചര്യം വരുമ്പോൾ നിന്റെ തലമുറ അവിടെ ധൈര്യത്തോടെ നിൽക്കും. ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രാരംഭം മുതൽ ജോയിൻ ചെയ്ത എല്ലാവരോടുമുള്ള പ്രത്യേക നന്ദിയെ അറിയിക്കുകയാണ്. വിശേഷാൽ പാട്ടുകൾ പാടി ആരാധനയ്ക്ക് അതിശയമായ അത്ഭുതകര അഭിഷേകത്തോടെ നേതൃത്വം വഹിച്ച പ്രിയപ്പെട്ടവരോടുള്ള പ്രത്യേക നന്ദിയെ ഞാൻ പ്രിയ ആൻറ്റിമാരോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. കർത്താവ് അനുവദിക്കുന്ന സമയമൊക്കെ ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. വചനം വായിച്ച് പ്രാർത്ഥിച്ചൊക്കെ സഹായിച്ച ദൈവദാസിമാരുണ്ട്. അവരെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. വരുന്ന ആഴ്ചയിലും ഒരുമിച്ച് നമുക്ക് ഇതേ ലിങ്കിൽ ജോയിൻ ചെയ്യാം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ലിങ്കുകൾ മറ്റാർക്കെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് പുതുതായി ആരെങ്കിലും ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പ്രത്യേകമായ എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളോ കർത്താവ് ചെയ്ത ഒരു വിടുതലുകളോ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ സാക്ഷ്യവാചകം പറയുവാൻ നിങ്ങൾക്കിപ്പോൾ ഒരു അവസരമുണ്ട്. കർത്താവ് എല്ലാവരും അതിനായി നിങ്ങൾ ഒരുക്കട്ടെ. ഈ മിനിറ്റുകൾ ഞാൻ അതിനുവേണ്ടി വേർതിരിക്കും.